സെക്കൻഡ് പ്രഗ്നൻസിയിൽ പീരിയഡ്സ് മിസ്സാവുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മുടെ ശരീരം കാണിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ടാലിബീസ് ഹോം. ഞാൻ നസ്രീൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓരോ പ്രഗ്നൻസിയും യുണീക്കാണ് എന്നതുപോലെ തന്നെ ഓരോ സ്ത്രീ തന്നെ രണ്ടാമത് ഗർഭിണിയാവുമ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയും രണ്ടാമത്തെ പ്രഗ്നൻസിയും തമ്മിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ പ്രഗ്നൻസിയിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങളുടെ ശരീരം കാണിച്ചു തന്ന ലക്ഷണങ്ങൾ പോലെ ആയിരിക്കണമെന്നില്ല രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ പീരിയഡ്സ് മിസ്സാവുന്നതിന് മുമ്പേ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. എന്നാൽ ആദ്യത്തെ പ്രഗ്നൻസിയെ അപേക്ഷിച്ച് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. സാധാരണ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സിംറ്റംസ് നമ്മളുടെ ശരീരം ആദ്യത്തെ പ്രഗ്നൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നേരത്തെ കാണിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. ചില ആളുകൾക്ക് കൺസെപ്ഷൻ നടന്ന വിത്തിൻ എ വീക്ക് തന്നെ അവർക്ക് പ്രഗ്നൻസിയുടെ സിംറ്റംസ് കാണിച്ചു തുടങ്ങാറുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയേക്കാളും സെക്കൻഡ് പ്രഗ്നൻസിയിൽ പെട്ടെന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നതുകൊണ്ടും മാത്രമല്ല ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് ഫസ്റ്റത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുമായിരുന്നു, തളർച്ച തോന്നുമായിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് കിടക്കാൻ തോന്നുക, ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി തളർന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇത് വന്നപ്പോഴാണ് എനിക്ക് മെയിനായിട്ടും ഒരു സംശയം തോന്നി തുടങ്ങിയത് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഫുഡ് ക്രേവിങ്സ് ആയിരുന്നു. പല ഭക്ഷണത്തിനോടും പ്രത്യേക താല്പര്യം തോന്നുന്നതും ചില ഭക്ഷണങ്ങളോട് താല്പര്യക്കുറവ് തോന്നുന്നതും ഒരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിനെ അപേക്ഷിച്ച് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇത് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ഒരു 1 or 2 വീക്സിനുള്ളിൽ തന്നെ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് ബ്രസ്റ്റ് ടെൻഡർനെസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നതും എന്നാൽ കൂടുതൽ സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ലക്ഷണമാണിത്. ഇത് നമുക്ക് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പീരിയഡ്സ് മിസ്സാവുന്നതിന് ഒരു 1 or 2 വീക്ക് മുമ്പ് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. ഗർഭിണികളിൽ 90% ആളുകളിലും കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മോർണിംഗ് സിക്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉറങ്ങി എണീറ്റ ഉടനെ നമുക്ക് എപ്പോഴും ഒരു നോസിയ ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫീലിംഗ് എനിക്ക് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ കൂടുതലുള്ള ഇതിലല്ല, വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 2 month പ്രഗ്നൻ്റ് ആയപ്പോഴൊക്കെയാണ്, അതായത് ഒരു 8 ആഴ്ചയൊക്കെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് വല്ലാണ്ട് കൂടുതലായിട്ട് ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പീരിയഡ്സ് മിസ്സാവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചെറിയ രീതിയിൽ നോസിയയും വോമിറ്റിങ്ങും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുമ്പ് തന്നെ കാണിച്ചു തുടങ്ങും എന്നുള്ളത് നിങ്ങൾക്കറിയോ? എനിക്കിത് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുമ്പ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തൊരു സിംറ്റം ആയിരുന്നു മൂഡ് സ്വിങ്സ് എന്നുള്ളത്. കാരണം ഇത് നമുക്ക് പീരിയഡ്സ് വരുന്നതിന് മുമ്പും ഇത്തരത്തിൽ മൂഡ് സ്വിങ്സ് വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മൂഡ് സ്വിങ്സ് എന്നുള്ളൊരു സിംറ്റംസ് കൂടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു സിംറ്റം കൂടെ നിങ്ങൾക്ക് കണക്കിലെടുക്കാൻ പറ്റും. ആദ്യത്തെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് നോസിയ വോമിറ്റിംഗ് ഒക്കെ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും, ഇൻറ്റൻസിറ്റി കുറവായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. എന്നാൽ അതിനെ അപേക്ഷിച്ച് സെക്കൻഡ് പ്രഗ്നൻസിയിൽ നോസിയ വോമിറ്റിംഗ് ഒക്കെ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൂടുതലായിട്ടാണ് അനുഭവപ്പെടുന്നത്. എൻ്റെ കേസിൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് നോസിയ ഉണ്ടാവുമെങ്കിലും അത്രത്തോളം വോമിറ്റിംഗ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിൻ്റെ ടൈമിൽ, അതായത് ഈ ഒരു സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ ടൈമിൽ എനിക്ക് ചെറിയ രീതിയിലൊരു സ്മെല്ല് വരുമ്പോഴത്തേന് തന്നെ അത് വൊമിറ്റിംഗ് ആയിട്ട് പുറത്തേക്ക് വരുന്ന രീതി, അങ്ങനത്തെ ഒരു സിംറ്റം ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി സിംറ്റംസ് ഇൻറ്റൻസീവ് ആയിരിക്കും. മാത്രമല്ല നമ്മൾ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിനെ അപേക്ഷിച്ച് റെസ്റ്റ് കുറവായിരിക്കും. കാരണം നമ്മളൊരു ആദ്യത്തെ കുഞ്ഞിനെയും കൂടി നോക്കണം, അവരുടെ കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കുറച്ചുകൂടി റെസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ക്ഷീണവും തളർച്ചയും തോന്നുന്നുണ്ട്. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫസ്റ്റ് പ്രഗ്നൻസിനെ അപേക്ഷിച്ച് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബേബി ബമ്പ് പെട്ടെന്ന് തന്നെ ഷോ അപ്പ് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് കാണാൻ തുടങ്ങും.
ആദ്യത്തേൽ നമുക്ക് വയറ് വരാൻ എൻ്റെ കേസിൽ എനിക്ക് വയറ് വരാൻ ഒരു 7 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു പുറത്തേക്ക് കാണുന്ന രീതിയിൽ. ഇപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി ആണെന്ന് തോന്നുന്ന രീതിയിൽ വയറ് വരാൻ അത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു 3 to 4 മന്ത് ആകുമ്പോഴത്തേന് തന്നെ അത്യാവശ്യം വയറ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പ്രഗ്നൻസിലും ഇത് വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഡിഫറൻസ് ആണ് ബേബീൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കുറച്ചുകൂടി നേരത്തെ അറിയാൻ പറ്റും. ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമുക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഇത് ബേബി മൂവ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഗ്യാസ് ആണോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത് ബേബി മൂവ് ചെയ്യുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് അതായത് ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഒരു 13 വീക്ക് ആകുമ്പോഴത്തേന് തന്നെ ബേബീൻ്റെ മൂവ്മെൻറ്റ്സ് ഒരു വളരെ ചെറിയ രീതിയിൽ അറിയാൻ പറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു സിംറ്റം എന്ന് പറയുന്നത് ബാക്ക് പെയിൻ ആണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇത്രത്തോളം ബാക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഈ ബാക്ക് പെയിൻ വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലാസൻ്റെയും ഓവറീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആയിട്ടുള്ള റിലാക്സിനാണ്. ഇതിന് മൾട്ടിപ്പിൾ ടാസ്ക് ഉണ്ട്. അതായത് ലിഗമെൻസിനെ പെൽവിസിലുള്ള ലിഗമെൻസിനെ റിലാക്സ് ചെയ്യുക, അതുപോലെ തന്നെ സെർവിക്സിനെ വൈഡൻ ചെയ്യാനും സോഫ്റ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം നമ്മുടെ ലൂസായിട്ടുള്ള ലിഗമെൻറ്റ്സ് ആണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ബാക്ക് പെയിൻ ഫീൽ ചെയ്യും. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ഏകദേശം ഒരേപോലെയുള്ള സിംറ്റംസ് സെക്കൻഡ് പ്രഗ്നൻസിയിലും കാണിക്കാം. എല്ലാം ഡിഫറെൻ്റ് തന്നെ ആവണം എന്നില്ല. പലർക്കും പല രീതിയിലാണ് കാണിക്കുക. ചില കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലത് ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് ബ്ലീഡിങ് ഗംസ് ആണ്. അതായത് നമ്മുടെ മോണയിൽ നിന്ന് രക്തം വരിക എന്നുള്ളത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളാണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയിലും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 140/90 കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഗൈനക്കുമായിട്ട് ഈ കാര്യം സംസാരിക്കണം കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മാസം തികയാതെ പ്രസവിക്കുക അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയവരാണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസി കുറച്ചും കൂടി നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഡോക്ടറെ അടുത്ത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം പറയുകയും ചെയ്യണം കേട്ടോ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളതാണ് മറ്റൊരു അവസ്ഥ. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കും. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇത്തരം ഒരു 10 to 15% ആൾക്കാർ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ ഡോക്ടറായിട്ട് സംസാരിച്ച് അതിനു വേണ്ടി പ്രിപ്പയർ ആവുക എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി കഴിയുന്ന സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് കെയർ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ട് കുറ്റബോധം തോന്നിയിട്ടുള്ള ആളുകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈമാണ് സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ കെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റും. അതായത് നല്ല ഫുഡ് നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അത്തരത്തിൽ നമ്മൾ പ്രഗ്നൻസിനെ ഏറ്റവും സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ സ്പെഷ്യൽ കെയർ എടുത്ത് നമ്മൾക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഗ്നൻസി ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.